ആ മാസത്തിലെ ആദ്യത്തെ 10 ദിനം റഹ്മത്തിന്റെ 10 അള്ളാഹുവിൽ നിന്ന് റഹ്മത്ത് ചോദിച്ചു വാങ്ങേണ്ട 10. അള്ളാഹു തആലയോട് ചോദിക്കുന്ന ചോദ്യം അള്ളാഹു തആല തട്ടാത്ത രീതിയിൽ അള്ളാഹു റഹ്മാനാണെന്ന നിലക്ക് ചോദിച്ചുകൊണ്ട് നമ്മൾ ഉത്തരം വാങ്ങണം. ചോദിക്കുന്നിടത്ത് കൽബ് തുറന്ന് ചോദിക്കണം. അപ്പോൾ ആ ചോദ്യം കൊണ്ട് കിട്ടണം എന്ന് വെച്ച് ചോദിക്കുമ്പോ എല്ലാ ചോദ്യം അങ്ങനെയാണ്. കിട്ടണം എന്നുള്ള നീയത്തോടുകൂടെ ചോദിക്കുമ്പോ ഒരു ചോദ്യം അല്ലാഹു തആല തട്ടും. ചിലപ്പോ കുറച്ചങ്ങോട്ട് താമസം ഉണ്ടാകുമോ, അത്രേ ഉള്ളൂ. അത് അത്രയും തോനെ ചോദിക്കാനാണ്. തോനെ ചോദിക്കുമ്പോ അല്ലാഹു തആലക്ക് ഇത് ചോദിച്ചതിനേക്കാളും അപ്പുറം തരാനായിരിക്കും ഒരു പക്ഷേ തോനെ ചോദിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടാവും. കുറച്ച് തോന തരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി തോന ചോദിക്കട്ടെ എന്ന് അല്ലാഹു തആല നിശ്ചയിക്കാം. അപ്പൊ ഇയാള് ഇങ്ങനെ കേണപേക്ഷിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോ അല്ലാഹു തആലക്ക് അയാളെ ചോദ്യം വല്ലാത്ത ഇഷ്ടമാണ്. നമ്മളല്ലേ തോന ചോദിക്കുമ്പോ അല്ലെങ്കിൽ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ചോദിച്ചതിനെ ചോദിക്കുമ്പോ ഒരു വിഷമം ഞമ്മക്കല്ലേ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുലിഹീന ഫിദ്ദുആ. അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ദുആയിൽ കീർത്തിക്കുന്ന ആളുകളെയാണ്. തരണം അല്ലാ, തന്നെ പറ്റൂ അല്ലാ, നീ തന്നേ തീരുവല്ല, നീ റഹ്മാനാണ്, എനിക്ക് നീ തന്നേ പറ്റും. ഈ ചോദ്യം അല്ലാഹു തആലക്ക് ഇഷ്ടാണ്. നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് കട്ടൻ ചായ കുടിച്ച് വീട്ടിലിരിക്കുമ്പോൾ ഒരു ടീം വന്നു നമ്മളെ വീട്ടിലേക്ക്. അവര് വന്നിട്ട് ഒരു മുറാദൊക്കെ പറഞ്ഞു. ശരി നോക്കാന്ന് പറഞ്ഞു. തൽക്കാലം ഒരു സലാം പറഞ്ഞു പോയി. 2 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ഒരു വരാണ്. പടച്ചോനെ ആല് അറ്റങ്ങൾ ഇഞ്ഞും വരുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ പതുക്കെ മന്ത്രിക്കാൻ തുടങ്ങി. ഓല് വന്ന് അതേ മുറാദ് പിന്നെ ആവർത്തിച്ച് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാ ഞാൻ ഒരാഴ്ച കൊണ്ട് എന്തെങ്കിലും തീരുമാനം പറയാൻ പറഞ്ഞപ്പോ ഒരാഴ്ച കണക്കാക്കി പിന്നെ ഓല് വന്നു. അപ്പൊ പിന്നെ നമ്മളെ അവസ്ഥ നേരത്തെ ഉള്ളതിൽ നിന്ന് മാറാൻ പോകുക. ഇപ്പൊ നിങ്ങൾ കണ്ടോ, 2 വട്ടം വന്ന് 3-ാം വട്ടം വരുമ്പോഴേക്ക് നമ്മുടെ അവസ്ഥ മാറില്ലേ? അല്ലാഹു ജല്ല ജലാലുഹു അങ്ങനെയല്ല. ചോദിക്കുന്ന ചോദ്യം കുറിക്കുകൊള്ളുന്നതിനനുസരിച്ച് ഉത്തരം കൊടുക്കുന്നവനാണ്. കാലങ്ങളോളം ചോദിച്ചിട്ടും നിരാശപ്പെടാതെ ചോദിച്ചതുകൊണ്ട് അംബിയാ മുർസലുകൾക്ക് അല്ലാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഔലിയാക്കൾക്ക് അല്ലാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇബ്ലീസിന് വരെ അല്ലാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇബ്ലീസിനോട് അല്ലാഹു തആല പറഞ്ഞത് സ്വർഗ്ഗത്തുനിന്ന് പുറത്തു പോണം. വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. എന്റെ ശാപം നിനക്ക് 1 കൊല്ലം എന്നല്ല പറഞ്ഞത്, 2 കൊല്ലം എന്നല്ല പറഞ്ഞത്. ഇലാ യൗമിദ്ദീൻ, പുനരുദ്ധാരണ ദിവസം കഴിഞ്ഞ് ജസായിന്റെ സമയം വരുന്നത് വരെ എന്റെ ലഅനത്താ നിനക്ക്. ആ ഇബ്ലീസ് അല്ലാഹുവിനോട് എന്താ ചോദിച്ചത്? റബ്ബി അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ. റബ്ബേ, എനിക്ക് നീ താമസം തരണം, എനിക്ക് നീ ദീർഘായുസ് തരണം, പുനരുദ്ധാരണ ദിവസം വരെ എന്നെ നീ ഇവിടെ താമസിപ്പിക്കണം. അതിന്റെ അർത്ഥം മരിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. മരണ ഇബ്ലീസിനും പേടിയാ. പുനരുദ്ധാരണ ദിവസം വരെ എല്ലാരും ഖബറിന്ന് എണീറ്റ് വരുന്ന ദിവസം വരെ ഒരാളുടനെ പിന്നെ മരിക്കോ? ഇനി കൊടുക്കാൻ മരണം. ഖബറിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം അതാണല്ലോ യൗമുൽ ബാസ്, പുനർജീവിതത്തിന്റെ ദിവസം. അന്ന് വരെ എനിക്കിവിടെ താമസം തരണം. ഇത്രയും വലിയ ചോദ്യം ചോദിക്കുന്ന എത്ര നൂറ്റാണ്ടിന്റെ ചോദ്യം അത്. അല്ലാഹു തആല പറഞ്ഞോ, ഞാൻ എന്നെ പണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയല്ല, പോടാ അവിടുന്ന് പറഞ്ഞു. അല്ലാ നിന്നോടൊന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ ചോദ്യം ഇഖ്ലാസോടുകൂടെ വരുന്നില്ല. അവിടെയാണ് വിഷയം. ചോദിക്കുന്നത് ഇഖ്ലാസോടെ ആണെങ്കിൽ ഇഖ്ലാസിന്റെ കട്ടിക്കനുസരിച്ച് 1 മതി. പക്ഷെ അതിനത് വേണം, ആ ആത്മാർത്ഥതയുടെ മുഖം വേണം. എന്നാ ഒരു പ്രശ്നമില്ല. കണ്ടില്ല നിങ്ങൾ അറാബികളൊക്കെ അല്ലാഹു തആലയോട് ചോദിക്കണ എത്ര ധൈര്യപ്പെട്ടുള്ള ചോദ്യമാണ്. സ്വഹാബത്ത് പറഞ്ഞു, ഒരു ദിവസം ഒരു അറാബി നിസ്കരിക്കാൻ വേണ്ടി പള്ളി കയറി. അറാബികളൊന്നും അത്ര വലിയൊരു പരിഷ്കാരമൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മളിപ്പോ പോയാൽ കാണുന്ന ഒരു ബതുക്കൾ എന്നൊക്കെ പറഞ്ഞ അവർ സാധുക്കളാണ്. ഒരു നല്ല അധ്വാനിച്ച് മലമലൊക്കെ കയറി ആടിനെ ഒട്ടകത്തൊക്കെ മേച്ച് കാരക്കൊക്കെ പറിച്ച് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ. നിസ്കാരമൊക്കെ ഉണ്ട്, നോമ്പൊക്കെ ഉണ്ട്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അവരങ്ങനെ നഗരവാസികളെ പോലെ അല്ല, ഒരു മാറ്റമുണ്ട്. ഒരു അറാബി നിസ്കരിക്കാൻ വേണ്ടി കയറി പുറത്തൊരൊട്ടകത്തെ കെട്ടിവെച്ച് നിസ്കരിക്കാൻ കയറി. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ സ്വഹാബത്തൊക്കെ പറയാ, ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഒട്ടകത്തെ കാണുന്നില്ല. അറാബി മക്കളെ വിളിക്കല്ല, അറാബി ഡയറക്റ്റ് ആയിട്ട് അള്ളാനെ വിളിക്കണേ.
ആറാബി പറയുന്ന എന്താ? ഇലാഹി അദ്ദൈതു അമാനതക, എന്റെ ഇലാഹായ അല്ലാഹുവേ, നീ എന്നെ ഏൽപ്പിച്ച അമാനത്ത് ഉത്തരവാദിത്തമല്ലേ നിസ്കാരം, ഞാനത് നിർവഹിച്ചിട്ടല്ലേ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ നിസ്കരിക്കുമ്പോ എന്റെ അമാനത്തായിട്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ എന്റെ വാഹനം. ഫൈന അമാനത്തി, എന്റെ അമാനത്ത് എവിടെ അല്ലാഹ്? സ്വഹാബത്ത് അത്ഭുതപ്പെടുകയാണ് അറാബിയുടെ ചോദ്യം കേട്ടിട്ട്. ചോദ്യം തീരുമ്പോഴേക്ക് അതാ ഒട്ടകപ്പുറത്തൊരാള് വരുന്നു. അയാളെ കൈയിന്റെ കെണുപ്പിന്റെ ഭാഗത്ത് കഫിന്റെ ഭാഗം മുറിക്കപ്പെട്ടിട്ടുണ്ട്. അയാൾ കട്ടുകൊണ്ട് പോയതാണ്. ഒട്ടകവുമായിട്ട് അയാൾ ഉടനെ മുന്നിലെത്തി. ക്ഷമാപണം നടത്തിയിട്ട് അയാൾ തിരിച്ചുപോയി. എത്ര കറക്റ്റങ്ങൾ നോക്കി. നിസ്കരിക്കുമ്പോ അപ്പോ ആ അറാബിന്റെ മനസ്സിലെന്താ? നിസ്കരിക്കുമ്പോ നിസ്കാരം. നമ്മൾ നിസ്കരിക്കുമ്പോ ഒരു പക്ഷെ 299 റുപ്യക്ക് വാങ്ങിയ ചെരുപ്പാണെങ്കിൽ അല്ലാഹു അക്ബർ, പടച്ചോനെ ചെരുപ്പ്. എന്നും കേക്ക് ഭാഗത്ത വെക്കൽ, ഇന്ന് വടക്ക് ഭാഗത്ത വെച്ച അത് ഇന്ന് പോയതന്നെ. മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. പിന്നെ ഇതെങ്ങനെ ശരിയാക? അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി നിർത്തിയ കാറിന്റെ കാറ്റാരോ ഒഴിച്ചോ എന്നുള്ള പേടിയാണ്. അങ്ങനെ ആകുമ്പോ അതിന്റെ മുറി കൂടൂലല്ലോ. നിങ്ങൾ നോക്കി, ആറാബി നിസ്കാരം കഴിഞ്ഞപ്പോ വാഹനല്ല. എന്താ വാഹനമില്ലാത്ത? വാഹനം അല്ല നോക്കണ്ടേ? അറാബി അങ്ങനെ വെക്കണം. വാഹനം അല്ലാത്തത് നോക്കുമല്ലോ. അപ്പൊ ആ ചോദ്യം ശരിക്കും ആത്മാർത്ഥതയിൽ ലയിച്ച ചോദ്യമായതുകൊണ്ട് ഉത്തരം കിട്ടാൻ മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല. ഉടനെ തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇബിലീസിന്റെ ചോദ്യം കണ്ടില്ല നിങ്ങൾ? നല്ല ഖൗഫുള്ള ചോദ്യമാണ്. എന്താ ഇബിലീസ് ചോദിക്കുന്നത്? മരിക്കരുത് എന്നാ. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോ ഒരു മോശമല്ലേ? അതിനെങ്ങനെ ചോദിക്കുന്നു? റബ്ബി അൻളിർനി ഇലാ യൗമി യുബഅസൂൻ, പുനരുദ്ധാരണ ദിവസം വരെ എന്നെ നീ ഇവിടെ താമസിപ്പിക്കണേ അല്ലാ. റബ്ബി എന്നല്ലേ ഇബിലീസ് വിളിക്കുന്നത്? എന്താ റബ്ബി എന്നുള്ള വാക്കിന്റെ അർത്ഥം? അല്ലാഹ് എന്ന വാക്കിനേക്കാളും കൂടുതൽ ഒരർത്ഥം റബ്ബി എന്നതിലുണ്ട്. എന്റെ രക്ഷിതാവ് നീയാണ് എന്നൊരു സമ്മതം അതിലുണ്ട്. എന്നെ തീറ്റിപ്പോറ്റി സംരക്ഷിക്കുന്നവൻ നീയാണ്. എനിക്ക് വേണ്ട എല്ലാം തരുന്നവൻ നീയാണ്. ഇത് സമ്മതിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് റബ്ബി. ആ സമ്മതൊക്കെ സമ്മതിച്ചുകൊണ്ടാണ് റബ്ബേ പുനരുദ്ധാരണ ദിവസം വരെ എന്നെ നീ താമസിപ്പിക്കണേ എന്ന് ചോദിച്ചപ്പോ അല്ല കൊടുക്കുന്ന മറുപടി ഖാല ഇന്നക മിനൽ മുൻദരീൻ ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം. ഇത്രയും വലിയ ചോദ്യം ചോദിച്ചതുകൊണ്ട് ഇത്ര വലുതൊന്നും ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് നീ നിന്റെ ചോദ്യം ശരിയല്ല എന്നല്ല പറഞ്ഞില്ല. അല്ല ഉത്തരം കൊടുത്തു. ഇന്നക മിനൽ മുൻദരീൻ, ഇബ്ലീസേ നിനക്ക് താമസം തരാം, നിനക്ക് ദീർഘായുസ് തരാം. എത്ര കാലം വരെ തരാം? ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, അറിയപ്പെട്ട ഒരു ദിവസത്തിലെ നിശ്ചയ സമയം വരെ. അതെപ്പോഴാ? ഒന്നാമത്തെ ഊത്ത് വരെ സമയം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്ര കൊല്ലത്തെ ദീർഘായുസ് ചോദിച്ചത്? എത്ര നൂറ്റാണ്ടത്താണ് ചോദിച്ചത്? എത്ര ആയിരം ആണ്ടത്താണ് ചോദിച്ചത്? അപ്പൊ അല്ലാഹു തആലയോട് ചോദിക്കുന്ന ആൾക്കാർ വലുത് ചോദിക്കാൻ പേടിക്കണ്ട, അല്ലാഹു തആല തരും. ഇത്രയും അധികം ചോദിച്ചിട്ടും അല്ലാഹു തആല കൊടുത്ത് കുറഞ്ഞോ? വലുതല്ലേ കൊടുത്ത്. അപ്പൊ ചോദിക്കുന്ന ആൾക്കാർ ശരിക്കും ചോദിക്കണം. ഉത്തരം കിട്ടുന്ന സമയങ്ങളൊക്കെ പരിഗണിച്ച് ചോദിക്കണം. വിശുദ്ധ റമദാനാകുമ്പോൾ നന്നായി പരിഗണിക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിഷയത്തിലും കാന യജ്തഹിദു ഫീ റമദാന, റമദാനിൽ തങ്ങൾ അധ്വാനിച്ചിരുന്നു, പരിഗണിച്ചിരുന്നു, പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മറ്റു മാസങ്ങളിൽ പരിഗണിക്കാത്ത അത്രയും, അത് പ്രാർത്ഥനയാകട്ടെ, ദാനധർമ്മമാകട്ടെ, നിസ്കാരമാകട്ടെ, കുടുംബബന്ധം പുലർത്തലാകട്ടെ, നോമ്പു തുറപ്പിക്കലാകട്ടെ, കുടുംബത്തിൽ ചെന്നിട്ട് രോഗികളെ കാണലാകട്ടെ, മറ്റു മാസങ്ങളിൽ നിന്ന് വിഭിന്നമായി കാന യജ്തഹിദു ഫീ റമദാൻ, റമദാനിൽ തങ്ങൾ കഠിനാധ്വാനം ചെയ്തിരുന്നു. അത് പുണ്യങ്ങളുടെ പൂക്കാലമായതുകൊണ്ട് ആ റമദാൻ മാസത്തിൽ കിട്ടുന്ന സവിശേഷമായ ബഹുമാനങ്ങളൊക്കെ കിട്ടണം.
ഒന്നും കുറഞ്ഞു പോകരുത് എന്ന് കരുതിയിട്ടുള്ള അധ്വാനമാണത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമളാനിൽ 3 വിഷയങ്ങൾ പുരുഷന്മാരും 2 വിഷയങ്ങൾ സ്ത്രീകളും അധികരിപ്പിക്കണം. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ. നേരത്തെ ഓതിവെച്ച ഹദീസ് അവ്വലുഹു റഹ്മത്തുൻ, ആ മാസത്തിന്റെ ആദ്യത്തെ 10 ദിനം റഹ്മത്താണ്. നമ്മൾ അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കണം. പടച്ചോനെ, നിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ജനങ്ങളെ, ആരും തന്നെ അമൽ കൊണ്ട് രക്ഷപ്പെടുന്ന ആള് ഇല്ല. ലൻ യദ്ഖുല അഹദും മിൻകുമുൽ ജന്നത ബിഅമലിഹി, നിങ്ങളിൽ നിന്ന് ഒരാളും സ്വന്തം അമൽ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂല. സ്വഹാബത്ത് ഇത് കേട്ടപ്പോ വല്ലാതെ പേടിച്ചുപോയി. അമൽ ചെയ്തിട്ടും സ്വർഗത്തിൽ അമൽ കൊണ്ട് മാത്രം കടക്കൂല എന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. അപ്പൊ ചോദിച്ചു, നബിയേ, വലാ അന്ത, തങ്ങളും അങ്ങനെ കടക്കൂലേ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് വ്യത്യാസമുണ്ട്. ഇല്ലാ അൻ യതഗമ്മദനില്ലാഹു ബിറഹ്മത്തിൻ മിൻഹു, അല്ലാഹുവിന്റെ പ്രത്യേക റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞിട്ടുണ്ട്, എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് അല്ലാഹു തആല സ്വർഗപ്രവേശനം സാധ്യമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അമലൊന്നും നിങ്ങൾ കുറക്കണ്ട. സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു നൽകുന്ന ഒരു പ്രത്യേക ഔദാര്യമാണ്. അമൽ ചെയ്തു എന്ന നിലക്കാണെങ്കിൽ എത്ര അമൽ ചെയ്ത ആളുകൾ ക്ഷീണിക്കുന്നുണ്ട്. കാരണം അവരെ അമലൊന്നും ലെവലിൽ എത്താത്തത് കൊണ്ട് അവർ കുടുങ്ങിപ്പോയി. അമലിന്റെ കെയർ ഓഫ് മാത്രമല്ല, അതിനപ്പുറം റബ്ബിന്റെ ഒരു ഔദാര്യവുമുണ്ട്. അതുകൊണ്ട് ആ സ്വർഗം കൊടുക്കുന്നിടത്ത് അല്ലാഹു പറഞ്ഞത് ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബാ, സ്വർഗം അല്ലാഹു തആല തരുന്നത് റബ്ബിൽ നിന്നുള്ള ഒരു ജസാഅൻ. അതാഅൻ ഹിസാബാ, അത് നല്ല ഒരു ധർമ്മമാണ് അല്ലാഹു തരുന്നത്. വിചാരണക്ക് പൂർത്തിയാക്കിയിട്ട് എല്ലാവർക്കും തരുന്ന ഒരു ധർമ്മമാണ്. അല്ല, അവകാശമായിട്ട് ആർക്കൊന്നും പറയാനില്ല. അല്ലാഹു തആല തരുന്നതല്ലേ. തന്നില്ല എന്ന് കരുതിയിട്ട് ചോദ്യം ചെയ്തിട്ട് തിരിച്ചു വാങ്ങാൻ പറ്റും? അതുമില്ലല്ലോ. അല്ല, ഓരോരുത്തരുടെയും അവകാശമാണെങ്കിൽ എത്ര പേര് ചോദിക്കും അല്ലാഹു തആലയോട്? സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ, അവരെ മക്കൾ, അവരെ കുടുംബങ്ങൾ കാലകാലം നരകത്തിൽ കഴിയേണ്ടവരാണെങ്കിൽ ഈ നരകക്കാരെ പറ്റി ഒരു ചിത്രം പോലും ആ സ്വർഗക്കാരെ കൽബിൽ അല്ലാഹു കൊടുക്കൂലെന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബിന്റെ ഒരു മോനല്ലേ കൻആൻ. കൻആന് നരകത്തിലല്ലേ, കാലകാലം നരകത്തിലല്ലേ. ആ കൻആനെ പറ്റി ഒരു ചിത്രം പോലും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ അല്ലാഹു കൊടുക്കൂല. കാരണം സ്വർഗം എന്നുള്ള ടെൻഷന്റെ ലോകമല്ല, അത് സന്തോഷത്തിന്റെ വീടാണ്. അപ്പൊ ഒരു മകനെ പറ്റി അങ്ങനെ വിഷമം വന്നാ പിന്നെ സ്വർഗത്ത് പോയിട്ട് കാര്യമുണ്ടോ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ നരകത്തിലല്ലേ. ആ ഭാര്യയെ പറ്റി എന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തണമെന്ന് നൂഹ് നബി പറയുമോ? ഇല്ല. അതേ സമയത്ത് ദോഷം കാരണം നരകത്തിന്റെ 1-ാമത്തെ തട്ടിൽ കഴിയുന്ന മുവഹിദുകളായ ആളുകൾ, വിശ്വാസം അവർക്ക് തെറ്റിയിട്ടില്ല, ദോഷം കാരണം നരകത്തിലെത്തിയവരാണ്. അവരെ വിഷയത്തിൽ സ്വർഗക്കാര് ശഫാഅത്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. അവരെ കയറ്റി വിടണമെന്ന് അല്ലാഹു തആലയോട് അഭ്യർത്ഥന നടത്തും. അല്ലാഹു തആല ആ അഭ്യർത്ഥന സ്വീകരിക്കുകയും ചെയ്യും. സ്വർഗക്കാർക്ക് ശഫാഅത്തിന് അല്ലാഹു അധികാരവും കൊടുക്കും. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാന്റെ റഹ്മത്ത് ചെറുതല്ല, നമ്മൾ മനസ്സിലാക്കും പോലെയല്ല. റബ്ബിന്റെ റഹ്മത്ത് വിശാലമാണ്. വറഹ്മതി വസിഅത് കുല്ല ശൈ, എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കൾക്കും വിശാലമായിട്ടുണ്ട്. ആ റഹ്മത്ത് കാരണമല്ലേ ഏത് പ്രസവിച്ച കുട്ടിയെയും മാതാവ് അകട്ടിൽ മുല കൊടുത്ത് സ്വീകരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ആനക്കുട്ടിയെ ചവിട്ടി കൊല്ലുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ കുട്ടിയെ ചവിട്ടി കൊല്ലുന്നില്ലല്ലോ. കുതിരയുടെ കുട്ടിയെ ചവിട്ടി കൊല്ലുന്നില്ലല്ലോ.
അതേ റഹ്മത്ത് കൊണ്ട് തന്നെയാണ് കാട്ടുപശുവിന്റെ കുട്ടി പ്രസവിച്ച ഉടനെ തന്നെ കാട്ടിലേക്ക് ഓടി മറയുന്നു. അല്ലാഹു കൊടുത്ത പ്രത്യേക റഹ്മത്താണ്. കാരണം ആ കുട്ടി മാതാവിന്റെ സ്പർശനം കിട്ടാൻ വേണ്ടി, മാതാവിന്റെ വാത്സല്യം കിട്ടാൻ വേണ്ടി ഒന്ന് നിന്നുകൊടുത്താൽ വലിയ ഉരമുള്ള നാവ് കൊണ്ട് ആ കുട്ടിയെ ഒന്ന് നക്കി തുടക്കുമ്പോഴേക്ക് എല്ല് മാത്രമേ പിന്നെ ബാക്കിയുണ്ടാകൂ, ഇറച്ചി അതിന്റെ പുറത്ത് കാണൂല. അതേ കുട്ടി മാതാവിനോട് ഇണങ്ങിച്ചേരുന്നത് റബ്ബ് കൊടുത്ത റഹ്മത്ത് കൊണ്ടാണ്. പരസ്പരം കുടുംബക്കാർ ഇണങ്ങിച്ചേരുന്നത് അല്ലാഹു കൊടുത്ത റഹ്മത്ത് കൊണ്ടാണ്. അയൽക്കാർ ഇണങ്ങിച്ചേരുന്നത് അല്ലാഹു കൊടുത്ത റഹ്മത്ത് കൊണ്ടാണ്. വിവിധ നാട്ടുകാർ, വിവിധ ദേശക്കാർ, വിവിധ ഭാഷക്കാര് ഒരുമിക്കുന്നൊരു മഹാസംഗമമല്ലേ വിശുദ്ധ ഹജ്ജ്. അതുപോലെ വ്യത്യസ്ത ഭാഷക്കാർ ഒരുമിക്കുന്ന ഒരു സംഗമം ലോകത്ത് വേറെയില്ലല്ലോ. ഏത് നാട്ടുകാരാണ് അവിടെ എത്താത്തവര്? വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഷ സംസാരിക്കുന്നവർ ഒരേ ഭാഷയിൽ തൽബിയത്തും ചൊല്ലി വിവിധ വർണ്ണങ്ങളിലും വസ്ത്രങ്ങളിലും ഒരുമിച്ച് കൂടുമ്പോ അവർക്കിടയിൽ അന്യോന്യം പ്രശ്നങ്ങളില്ലാതെ, കലഹങ്ങളില്ലാതെ, മതാഫിലും മസ്അയിലും എല്ലാ സ്ഥലങ്ങളിലും അവര് സംഗമിക്കുന്നതും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്. ആ റബ്ബിന്റെ റഹ്മത്ത് നമ്മളെ ഏറ്റവും ചോദിക്കുന്നത് ദുനിയാവിലേക്ക് മാത്രമാണെന്ന് കരുതരുത്. ഞാൻ അത് മാത്രം നീട്ടി സംസാരിച്ചാൽ ഇന്ന് മറ്റുള്ളതിലേക്ക് കടക്കാൻ കഴിയൂല. ഞാൻ ചുരുക്കുകയാണ്. റബ്ബ് തആല റഹ്മത്തിനെ പറ്റി പറഞ്ഞെടുത്തൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഫസാഖ്തുബുഹാ ലില്ലദീന യത്തഖൂന വയൂതൂന സക്കാ വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. അല്ലാഹുവിന്റെ റഹ്മത്തിനെ നൂറായി ഭാഗിച്ച് അതിൽ ഒറ്റ റഹ്മത്തിന്റെ ഒരു ജുസ് മാത്രമേ ഈ ദുനിയാവിലേക്ക് അല്ലാഹു വെച്ചിട്ടുള്ളൂ. 99 റഹ്മത്തും അല്ലാഹു പിൻവലിച്ചിട്ടുണ്ട്. ആ 99 റഹ്മത്തും അല്ലാഹു കണക്കാക്കി കൊടുക്കുന്നത് ആർക്കാണ്? ഒരു വിഭാഗത്തിന് മാത്രമാണ്. എല്ലാവർക്കും അത് കിട്ടൂല. ദുനിയാവിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിയിട്ട് അക്രമം ചെയ്ത് ജീവിച്ചവരുണ്ട്, അനാശാസ്യ പ്രവണതകൾക്ക് നേതൃത്വം കൊടുത്തവരുണ്ട്, ഭരണരംഗത്ത് ആധിപത്യം ചെലുത്തിയിട്ട് പാവങ്ങളെ ഒരുപാട് തച്ചുടച്ചവരുണ്ട്. കണ്ടില്ലേ നിങ്ങൾ വിദേശ രാഷ്ട്രങ്ങളിൽ 8 വർഷത്തോളമായി ഒരു സ്വേച്ഛാധിപതി തന്റെ നാട്ടിലെ സിവിലിയന്മാരെ അടക്കം കൊന്നുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്ത കാരണങ്ങളല്ലേ പറയുന്നത്, ലക്ഷങ്ങളല്ലേ ഓരോ കൊല്ലവും മരിച്ചു തീരുന്നത്, ചുട്ടുചാമ്പലായി പോകുന്നത്, 2 മാസമായ കുട്ടികൾ വരെ കരിക്കട്ടയായി മാറുകയാണ്. അതൊക്കെ അല്ലാഹു കൊടുത്ത റഹ്മത്ത് കൊണ്ട് വികലമായി ചിത്രീകരിച്ചതാ. അല്ലാഹുവിന്റെ റഹ്മത്ത് ഏറ്റവും ആവശ്യമായി വരുന്ന പരലോകത്ത് അല്ലാഹു റഹ്മത്ത് കൊടുക്കുന്നത് ഒരു ടീമിന് മാത്രമാണ്. ഫസാഖ്തുബുഹാ ലില്ലദീന യത്തഖൂൻ. മുത്തഖീങ്ങൾക്ക് മാത്രമേ അന്ന് നമ്മൾ റഹ്മത്ത് നൽകൂ, മറ്റാർക്കും നൽകൂല. അല്ലാഹുവിന്റെ റഹ്മത്തിനെ ക്ലിപ്തമാക്കി കൊടുക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെയും നമ്മോട് ബന്ധപ്പെട്ട സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളെയും ചേർത്തി തരട്ടെ. ആ മുത്തഖീങ്ങളാകാനാണ് നോമ്പ് നോൽക്കുന്നത്, ആ മുത്തഖിയാകാനാണ് നിസ്കരിക്കുന്നത്, ആ മുത്തഖിയാകാനാണ് സ്വതക്ക കൊടുക്കുന്നത്, ആ മുത്തഖിയാകാനാണ് ദീനിനു വേണ്ടി ഖിദ്മ ചെയ്യുന്നത്, ആ മുത്തഖിയാകാനാണ് പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, ആ മുത്തഖിയാകാനാണ് സാധുക്കൾക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നത്, ആ മുത്തഖിയാകാനാണ് നാട്ടിൽ ദുൽമിനെ തടയുന്നത്, ആ മുത്തഖിയാകാനാണ് യതീമിനെ സഹായിക്കുന്നത്, ആ മുത്തഖിയാകാനാണ് പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ചയക്കുമ്പോ അതിനു വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നത്, ആ മുത്തഖിയാകാനാണ് പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത്, ആ മുത്തഖിയാകാനാണ് വെള്ളമില്ലാത്തവർക്ക് കിണറുണ്ടാക്കി കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്,
ഏതേത് കർമ്മങ്ങളെ പിന്നിലും ഒരു ലക്ഷ്യമാണ്, മുത്തഖിയായി കിട്ടണം, അവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ. സൂറത്ത് ആറാഫിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, ആ റഹ്മത്ത് നമ്മൾ കണക്കാക്കി ചുരുക്കി കൊടുക്കും ഒരു വിഭാഗത്തിന് മാത്രം. ലില്ലദീന യത്തഖൂന വയൂതൂന സക്കാ. അവർ മുത്തഖീങ്ങളാണ്, അവർക്കുള്ളൊരു പ്രത്യക്ഷമായ അടയാളം അവിടെ പറഞ്ഞു, സക്കാത്ത് കൊടുക്കുന്നവരാണ്. നിസ്കരിക്കൂല എന്നല്ല അതിന്റെ അർത്ഥം, നിസ്കരിക്കും ചെയ്യും, നോമ്പൊൽക്കും ചെയ്യും, കൂട്ടത്തിൽ അവർ സക്കാത്ത് കൊടുക്കും. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നല്ല ഉറച്ച വിശ്വാസമുള്ള ആളുകളുമാണ്. ആരാണ് ഈ മുത്തഖീങ്ങൾ? അത് പ്രധാനമായും അതിലെ 1-ാം നമ്പർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്കാണത് കൊടുക്കുന്നത്. കാരണം അവരെ പോലെ അല്ലാഹു തആലയിലേക്ക് തഖ്വയിലുമായി അടുത്ത ആളുകൾ മറ്റാരുമില്ല. നമുക്കാർക്കെങ്കിലും, നമ്മൾ ആരെങ്കിലും സ്വർഗത്തിൽ